ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ നമ്മുടെ ആമസോൺ പ്രൈമിൽ കാണുകയുണ്ടായിട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ഇത്രയും എഫേർട്ട് ചെയ്തിട്ട് ഒരു ക്രൈം ഡ്രാമ സീരീസ് അതേപോലെ ഇന്ത്യൻ തമിഴ് ലാംഗ്വേജിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. എനിക്ക് വളരെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്ന ഒരു ക്രൈം ത്രില്ലറാണ്. എന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരുത്തിയതാണ്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് 10-15 മിനിറ്റ് നേരം ഒരു എപ്പിസോഡ് കഴിയാറായപ്പോൾ ഞാനത് കാണണ്ട, നിർത്തി പോകാമെന്ന് വിചാരിക്കുകയും പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇന്നാവുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫുൾ സീരീസ് ഞാൻ കണ്ടു തീർക്കുകയും ചെയ്തു കേട്ടോ. ഒറ്റ ഇരുപ്പിന് ഒരു 10 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊരു 3 മണി വരെ ഇരുന്ന് കണ്ടു തീർത്തു കേട്ടോ. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ ഇത് വളരെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ വളരെ ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മളെ എപ്പോഴും രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ത്രില്ലറായിട്ടാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. അപ്പോൾ ഏതാണെന്നല്ലേ ഈ ത്രില്ലർ? ഇത് സുഴൽ പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ സീസൺ 2 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ സീസൺ 1 ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. സീസൺ 2 എന്നെ വളരെ അട്രാക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലറാണ്. അതുപോലെ തന്നെ ഇത് ക്രിയേറ്റഡ് ബൈ പുഷ്കർ ആൻഡ് ഗായത്രി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. റൈറ്റ് ചെയ്തിട്ടുള്ളതും അവർ തന്നെയാണ് കേട്ടോ. ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് സീസൺ 1 and 2 ബ്രഹ്മാജി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് സ്റ്റാറിങ് നമ്മുടെ കതിരുണ്ട്, പിന്നെ ഐശ്വര്യ രാജേഷും. ഇവരാണ് മെയിൻ ലീഡിങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ഇതിനകത്ത് വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊന്നും നമുക്കറിയില്ലെങ്കിലും അവരെല്ലാവരും പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അർഹമായ സ്ഥാനത്ത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള സാം ഷിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇത് ഇന്ത്യയിലാണ് നിർമ്മിച്ചത്, തമിഴാണ് ഇതിൻ്റെ ബേസിക് ലാംഗ്വേജ്. അപ്പോൾ ഇതിൻ്റെ 2 സീസൺ ഉണ്ട്. ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടിട്ടില്ല, സെക്കൻഡ് സീസണാണ് ഞാൻ കണ്ടത്. സെക്കൻഡ് സീസൺ എന്നെ വളരെയധികം ആകർഷിച്ചു. അപ്പോൾ ഇതിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 4-15 മിനിറ്റ്സ് ആണ് ഒരു എപ്പിസോഡിൻ്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ വാൾ വാച്ചർ ഫിലിംസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് എത്തിച്ചിട്ടുള്ളത്. ഇത് ആമസോൺ പ്രൈമിനകത്താണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഒരു 17 ജൂണിനാണ് ഇത് റിലീസ് ആയിട്ടുള്ളത്. എനിവേ, നിങ്ങൾ ഒത്തിരി പേര് ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ റിവ്യൂ കണ്ടിട്ട് ആ സീരീസ് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണുക. കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതിവൃത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധിത ലീവിലിരിക്കുന്ന ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനെ പോലെ സ്ഥാനത്ത് വരുന്ന ഒരു വ്യക്തിയുമുണ്ട്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിവോൾവർ എടുത്ത് ഒരാളെ കൊന്ന ഒരു കേസിൽ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അന്ന് കേസിൽ അദ്ദേഹം നിർബന്ധിത ലീവിലാണ്. അപ്പോൾ അങ്ങനെ കൊന്നിട്ട് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഐശ്വര്യ രാജേഷ് വരുന്നത്. കതിർ എന്ന് പറയുന്ന വ്യക്തി അതിന് നിർബന്ധിതമായിട്ട് ലീവിലിരിക്കുന്ന ആ പോലീസ് ഓഫീസറായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാൽ ജോസിലെ ലാൽ സാറാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു ലോയറായിട്ടാണ് വരുന്നത്. ഐശ്വര്യ രാജേഷിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോയറായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതെന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കതിർ ഇദ്ദേഹത്തിൻ്റെ ഒരു വളർത്തുപുത്രനെ പോലെയാണ്. കതിറിനെ പഠിപ്പിക്കുകയും വലിയ ആളാക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ ലാലാണ്. അപ്പോൾ ലാലിന് അവരുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ അവരുടെ ഏരിയയിൽ വളരെ ഒരു ഹീറോ ഇമേജാണ്. എന്താന്ന് പറയുന്നത്, ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടാണ് കാണുന്നത്. എല്ലാവരെയും സഹായിക്കുകയും എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുകയും ഒരു പോസിറ്റീവ് ഇമേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ലാലിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ലാലും കതിരും കൂടി ഈ ഐശ്വര്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോർട്ടിൽ കാര്യങ്ങളൊക്കെ നീക്കിയിട്ട് അതിനുശേഷം കതിരിൻ്റെ അടുത്ത് പറയണം, നീ എന്നെ വന്ന് കാണും, ഞാൻ നമ്മുടെ ക്വാർട്ടേഴ്സിൽ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കതിർ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തെ കാണാൻ ക്വാർട്ടേഴ്സിൽ പോകുമ്പോൾ അദ്ദേഹം സൂയിസൈഡ് ചെയ്ത പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ കതിർ ഒരു പോലീസുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ 5 to 10 minutes ഇൻവെസ്റ്റിഗേഷനിൽ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഇതൊരു സൂയിസൈഡ് അല്ല, ഇതൊരു മർഡർ ആണെന്ന് പറയുന്നു. അദ്ദേഹം പോലീസിനെ വിളിച്ചു വരുത്തുന്നു. അവരെല്ലാവരും കൂടി ആ മർഡറിൻ്റെ പിന്നാലെ പോകുന്നു. ഈ മർഡറിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ ലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമേജും, അദ്ദേഹം കുറച്ച് കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വെച്ച് പീഡിപ്പിച്ചിരുന്നു എന്നും അതിൻ്റെ നിഗൂഢമായ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളൊക്കെ വരുന്നു. അതിനുശേഷം അതൊരു വലിയൊരു റാക്കറ്റിലേക്ക് പോവുകയും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൊണ്ടുവരുന്നതുമാണ് ഈ സിനിമ. അപ്പോൾ അതിനകത്ത് വളരെ വളരെ വ്യത്യസ്തങ്ങളായ ടെറൈനിലേക്ക് ഈ സിനിമകൾ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ടെറർ മൂവ്മെൻറ്റ് പോലെയുള്ള വളരെ പൈശാചികമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു സെറ്റപ്പിലേക്ക് ഈ പടത്തിനെ അവർ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഇമോഷണൽ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ ഓരോ ഏരിയയിലും ട്വിസ്റ്റുകളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ശരിയല്ല, അതൊക്കെ ഒരു സസ്പെൻസ്
സർപ്രൈസ് റിവീൽ ചെയ്യുന്ന പോലെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനെ പല ടെറൈനിലേക്ക് മാറുന്നത് ഓരോ ടെസ്റ്റാണ്. അപ്പോൾ ഒരു കണ്ണിൽ നിന്നും മറ്റൊരു കണ്ണിലേക്ക് കണക്ട് ചെയ്ത് പോകാനുണ്ടാകുന്ന ബുദ്ധിമുട്ടും പല സാഹചര്യങ്ങളിലും കേസ് ഡെഡ് എൻഡ് ആകുമ്പോഴും അവിടെ നിന്ന് എങ്ങനെ തിരിഞ്ഞു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ച് ഏറ്റവും അവസാനം ഇതിനകത്ത് മെയിൻ വില്ലനിലോട്ട് എത്തിപ്പെടുകയും അത് എങ്ങനെയാണ് ഉണ്ടായത്, അതെന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ കൊടുത്തിട്ട് ഒരു ഡെഡ് എൻഡിലേക്ക് കൊണ്ടുവന്ന സിനിമ അവസാനിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ഒരിക്കലും ഞാൻ മോശമായിട്ട് പറയുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ കണ്ട് നിർത്താം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ നിർത്തി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുഴുവൻ സീരീസ് ഒരു 3 മണി വരെ ഇരുന്ന് കണ്ടതാണ്. അപ്പോൾ ആ ത്രില്ലറിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുമോ, കണ്ടവരുണ്ടെങ്കിൽ പറയൂ കേട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. അപ്പോൾ ബൈ.